നമസ്കാരം എന്ന് പറയുന്നത് കൃത്യമായി അഞ്ചു നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് കൃത്യമായി എല്ലാ തിരക്കുകൾക്കിടയിലും, ഏത് വലിയ കമ്മിറ്റ്മെന്റുകൾക്കിടയിലും, ഏത് വലിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നാലും അതിനേക്കാളൊക്കെ വലിയൊരു മുഖ്യമന്ത്രി എനിക്കുണ്ട്. എനിക്ക് കാണേണ്ടുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രിയുടെ അടുത്ത് അതൊരു മുഖ്യമന്ത്രി ഒന്നുമല്ല, അതൊരു മെറ്റീരിയലി മുഖ്യമന്ത്രി എന്ന് പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിനേക്കാൾ വലിയൊരു ശക്തിയാണ്. ആ ശക്തിയോട് ഏത് ഓഫീസിൽ നിന്നും പിടിച്ചിറങ്ങി വന്ന് കൃത്യമായ സമയത്ത് നിർവഹിക്കേണ്ടുന്ന ഒരു ആരാധനാകർമ്മം. ആ അർത്ഥത്തിൽ അപ്പൊ പിന്നെ ഒരു മൃഗജീവിതം നയിക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. ഒരു എല്ലായിടത്തും ഇസ്ലാം മനുഷ്യന് തുല്യത കൽപ്പിക്കുകയാണ്. തുല്യത കൽപ്പിക്കുന്നു. ഇസ്ലാം കടിഞ്ഞാണിടുകയാണ്. വെറുതെ അങ്ങ് ചുമ്മാ ഒരു ഓട്ടപ്പാച്ചിൽ നടത്തി പോകാൻ പറ്റില്ല. ആ ഓട്ടപ്പാച്ചിലിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ആളുകളുടെ മൈൻഡ് കട്ടായി പോകുന്നത്. ഇപ്പോ വെഞ്ഞാറമൂട് ഒരു കൊലപാതകം നടന്നു. ഒരു പയ്യൻ, അവൻ കൃത്യമായി നമസ്കരിക്കുന്നവനായിരുന്നു എന്നൊക്കെ ചില ആളുകൾ. അവൻ നിസ്കരിക്കുന്നവനല്ല. കാരണം ഇന്നസ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിന്ദ്യവും നീചവുമായ കാര്യങ്ങളിൽ നിന്ന് നമസ്കാരം ഒരുത്തനെ തീർച്ചയായിട്ടും തടയണം. അത് തടയുന്നില്ലെങ്കിൽ അവന്റെ നമസ്കാരം ശരിയല്ലെന്ന്. അതുകൊണ്ട് ശരിയായ നമസ്കാരമുള്ള ഒരുത്തനെ നിന്ദ്യവും നീചവുമായ നമ്മൾ ഇന്ന് ഈ ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അവനെ തടയും. അപ്പൊ അതൊരു വലിയ തടയാണ്. നിന്ദ്യതയിൽ നിന്നുള്ള തട, നീചതയിൽ നിന്നുള്ള തട. അതാണ് നമസ്കാരം.